അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് മാത്രം നമുക്കറിയില്ല, അതൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യണം. അതിൻ്റെ ഷർത്തിലോ ഫറലൊന്നും ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്തായാലും ഇനിയിപ്പോൾ നിസ്കരിക്കുന്ന സമയത്തായാലും ഒക്കെ അങ്ങനെ തന്നെ. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു മഹാനായിട്ടുള്ള നല്ലൊരു വ്യക്തി, അല്ലാഹു തആലയ്ക്ക് നല്ല ഇബാദത്ത് ചെയ്യുന്ന, ഒരുപാട് നിസ്കരിച്ച് നോമ്പൊക്കെ നോൽക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തി മരണപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തിയുടെ മകൻ്റെ സ്വപ്നത്തിൽ ആ വ്യക്തി വന്നു. അപ്പോൾ ആ കുട്ടി സ്വപ്നത്തിൽ ചോദിച്ചു, ഉപ്പ എങ്ങനെയുണ്ട്, അവിടെ നിങ്ങൾക്ക് സുഖമാണോ ചോദിച്ചു. അത് കേട്ടിട്ട് ഉപ്പ പറഞ്ഞു, മോനെ എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരുപാട് വർഷത്തോളം പകൽ മുഴുവൻ നോമ്പ് നോറ്റു, രാത്രി മുഴുവൻ നിസ്കരിച്ചു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വർഷങ്ങളോളം. പക്ഷേ ഇവിടെ വന്നപ്പോൾ പഠിച്ചോൻ പറയാണ് അതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ അവസ്ഥ. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകി. എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? അദ്ദേഹം ഒരിക്കലും നടന്നു പോകുന്ന വഴിയിൽ എന്തുണ്ടായിരുന്നു, ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിലും വടിയോ കോലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് അദ്ദേഹം മാറ്റിയതിന് കാരണമായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി. നമുക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അതായത് നമ്മളിപ്പോൾ വഴിയിൽ തടസ്സം നീക്കുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നിസ്കരിക്കേണ്ടതെന്നാണോ? അല്ലാല്ലേ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും കാര്യങ്ങളും ഇബാദത്തുകളും നോമ്പും ഒക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അത് സ്വീകരിക്കപ്പെടാൻ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അള്ളാഹു തആലയുടെ ഖുർആനിൽ വന്ന കാര്യം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാനൊരു ദുആ കൊടുത്തിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും, എന്തൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു തആല നമ്മുടെ ഇതൊക്കെ സ്വീകരിക്കുന്നതാണ്. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അത് പുറത്തു തരുന്നതാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിസ്സലാമും കഅബ ഉണ്ടാക്കുന്ന സമയത്ത് അള്ളാഹിൽ നിന്നും കൽപ്പന വന്ന് കഅബ നിർമ്മിക്കുന്ന സമയത്ത് അവർ നിരന്തരം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജോലി ചെയ്തിരുന്നത്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. അതിൻ്റെ അറബിയാണിത്. ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അത് പ്രാർത്ഥിക്കുക. ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണിത്. പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു ഇബാദത്തുകളും ദാനധർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ കൂലി നിങ്ങൾക്കും കൂടി കുറച്ച് കിട്ടട്ടെ, നമുക്കെല്ലാവർക്കും കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.